നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഗോര വിഷൻ ചാനലിലൂടെ നോക്കാൻ പോകുന്നത് ഈ പണത്തിനായി ആൾക്കാർ പല വഴികളും തേടാറുണ്ട്. നമുക്കറിയാം, പണം എല്ലാവർക്കും ആവശ്യമാണ്. പണമില്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് എന്നല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. പണം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ 90% പ്രശ്നങ്ങളും തീർന്നെന്നാണ് പണമില്ലാത്തവർ പറയുന്നത്. 10% പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് കഴിയില്ല. എന്നാൽ 90% പ്രശ്നങ്ങളും പണം ഉണ്ടെങ്കിൽ തീരും എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിച്ച് പറയാനുള്ളത്. അത് തന്നെയാണ് അനുഭവം ഉള്ളത്. അപ്പോ പണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ വഴികൾ തേടും, ജോലി ചെയ്യുന്നു. ദിനം പ്രതി ആൾക്കാർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലും ജീവിക്കാൻ പല മാർഗങ്ങൾ തേടുന്നവരുണ്ട്. ഓരോ ദിവസവും നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എല്ലാം എന്തിനാണ്? ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ്. ജീവിതമാർഗത്തിന് എന്ത് വേണം? പണം നമുക്ക് വേണം. പണമില്ലാതെ നമുക്ക് ഒരു അടി പോലും, ഒരു ദിവസം പോലും നീങ്ങാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ എല്ലാ ആൾക്കാരും ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത് സാമ്പത്തിക പരാതികളും പ്രശ്നങ്ങളുമാണ്. അപ്പൊ സാമ്പത്തിക പരാതി പരിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധി വരെ ആൾക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ഒരു വിഭാഗം ആൾക്കാരുടെ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാറില്ല. അത് എന്താണെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ വരവിനേക്കാളും കൂടുതൽ ചെലവ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ വരുമാനം 10 രൂപയാണെങ്കിൽ അതിന് 30 രൂപ അവർ കടം വാങ്ങിച്ചിട്ട് ചെലവ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ദിനം പ്രതി ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു കടക്കാരനായി, കടക്കെണിയിലായി ജീവിതം തന്നെ താറുമാറാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അവരെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല എന്ന് ഞാൻ പല എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്ന്, അവരെ രക്ഷപ്പെടുത്താൻ പെട്ടെന്ന് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല. സാക്ഷാൽ ഉടയമ്പരാന് പോലും കഴിയാതെ വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ചെലവ് ചെയ്ത് കറക്റ്റായി പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിധി വരെ ഈ പണത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമാവും. പിന്നെ അപ്രതീക്ഷിതമായ ആശുപത്രി വാസം കൊണ്ടും പെട്ടെന്നുള്ള രോഗങ്ങൾ കൊണ്ടും നമുക്ക് ചെലവ് സംഭവിക്കാറുണ്ട്. അത് നമ്മൾ മാത്രം, നമ്മുടെ കയ്യിലല്ല അത് മുഴുവൻ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക ഒരു രീതി ഞാൻ അവിടെ പറയുന്നുണ്ട്. അതെല്ലാവരും ശ്രദ്ധിച്ച് അത് വേണ്ട രീതിയിൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല അത്ഭുതങ്ങളായ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ സാമ്പത്തിക ശേഷി ഉയരും. നല്ല സമ്പത്തുള്ളവർക്ക് അത് വളരാൻ സഹായിക്കും. തീരെ സമ്പത്ത് ഇല്ലാത്തവർക്ക് അത് സമ്പത്ത് ഉണ്ടാവാൻ വഴികൾ വരും. ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പണത്തെ ആകർഷിക്കാനേ കഴിയുള്ളൂ. പണം നമുക്ക് ആർക്കും അപ്രത്യക്ഷമായിട്ട് മാജിക് പോലെ കൊണ്ടുവരാനൊന്നും കഴിയില്ല. പക്ഷെ പണത്തെ ആകർഷിക്കാൻ കഴിയും. പണം ഒരു മഹാലക്ഷ്മിയാണ്. ഹൈന്ദവ ആചാരത്തിൽ പറഞ്ഞ പണം ഒരു മഹാലക്ഷ്മിയാണ്. ആ മഹാലക്ഷ്മിനെ നമ്മൾ ആകർഷിക്കണം നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ വീട്ടിലേക്കോ നമ്മളിലേക്കോ ആകർഷിക്കുക. അപ്പൊ അതിന് ചില മാർഗങ്ങളുണ്ട്. പലതരത്തിലുള്ള മാർഗങ്ങൾ പിന്തുടരുന്നവരാണ് മനുഷ്യർ. അപ്പൊ ഇതൊക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ശ്രമം കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു അസ്ട്രോളജറെ സമീപിച്ച് നിങ്ങളുടെ വിഷയം അദ്ദേഹത്തിനെ അവതരിപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ലൊരു സൊല്യൂഷൻ അവിടുന്ന് കിട്ടാണ്ടിരിക്കില്ല നിങ്ങൾക്ക് എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോ ധനം വരുന്നതിന് പല ആൾക്കാരും പല രീതികൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ചിലവര് വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ധനത്തിനായി ശ്രമിക്കുന്നവരുണ്ട്. ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിച്ച് ധനത്തിനായി ശ്രമിക്കുന്നവരുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക നമ്പറാണ്. ഈ നമ്പർ നമുക്ക് ഒന്നില്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതാം. അതായത് ഇതേപോലത്തെ വെള്ള പേപ്പറിൽ നമുക്ക് ഇത് എഴുതാം, ഇതേപോലത്തെ പേപ്പറിൽ. അല്ലെങ്കിൽ ആലില എഴുതാം, ആലിന്റെ ഇലയിൽ എഴുതാം. അതും അല്ലെങ്കിൽ നമ്മുടെ കരയാമ്പൂവിന്റെ ഇലയിൽ എഴുതാം. ഇത് കരയാമ്പൂവിന്റെ ഇലയാണ്, ഇതിൽ എഴുതാം. ഇങ്ങനെ 3 വസ്തുക്കളിൽ മാത്രമേ നമുക്കിത് എഴുതാൻ പാടുകയുള്ളൂ. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഒരു ബീജാക്ഷരം എഴുതേണ്ടതുണ്ട്. അത് എഴുതി കഴിഞ്ഞാൽ ഈ നമ്പറിന് കൂടുതൽ ശക്തി പകരുന്നതാണ്. ചില പ്രത്യേക നമ്പറുകൾ കൂട്ടി എഴുതുമ്പോൾ, അല്ലെങ്കിൽ ബീജാക്ഷരവും ഈ നമ്പറും ഈ പ്രത്യേക നമ്പറും കൂട്ടി എഴുതുമ്പോൾ
അത് ധനത്തെ ആകർഷിക്കും. നമ്മളിലേക്ക് ധനത്തെ ആകർഷിച്ച് കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്ന ചില നമ്പറും ബീജാക്ഷരവുമാണ്. ബീജാക്ഷരം എന്ന് പറഞ്ഞ ബീജം എന്ന് പറഞ്ഞ വിത്താണ്. ആ വിത്ത് നമ്മൾ പാകിക്കഴിഞ്ഞാൽ അത് മുളച്ച് സസ്യമായി വരികയും അതുപോലെ തന്നെയാണ് ഈ ബീജാക്ഷരം ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് എല്ലാ ദേവതമാർക്കും ബീജാക്ഷരമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ബീജാക്ഷരം മഹാലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമാണ്. അപ്പൊ ആ ബീജാക്ഷരം ശ്രീം എന്നാണ് മഹാലക്ഷ്മിയുടെ ബീജാക്ഷരം. അപ്പൊ ഈ ബീജാക്ഷരവും ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന ചില ഒരു പ്രത്യേക നമ്പറും കൂട്ടി എഴുതലാണ് നമ്മുടെ ഈ ഒരു വിജയം ഉണ്ടാക്കുന്നത്. ഈ ധനത്തെ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഈ രീതി പിന്തുടരാം എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഈ കരയാമ്പൂവിന്റെ ഇലയിൽ ശ്രീം എന്ന മന്ത്രവും ഇനി പറയാൻ പോകുന്ന ഈ നമ്പറും ചേർത്ത് എഴുതലാണ്. ഇത് എഴുതി ഒരിക്കലും പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കീറാൻ പാടില്ല. കീറിക്കഴിഞ്ഞാൽ ഇതിന് ഫലമില്ല എന്നർത്ഥം. അപ്പൊ ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ, ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പാണ് ഇതിന്റെ ഗുണഫലം നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും ഉറപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞ ഞാൻ അനുഭവസ്ഥനാണ് ഇതിന് എന്നുള്ളതും കൂടിയാണ്. ഇത്രയും ധൈര്യമായിട്ട് പറയുന്നത്, നമുക്ക് ശരിക്കും നിങ്ങൾ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു അട്ടിമറി തന്നെ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ നിസ്സാരമാണ്, പക്ഷെ അതൊക്കെ അതിന്റെ പ്രവർത്തനം വലിയതാണ്. കാരണം അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ, ഈ നമ്പർ കൂട്ടി എഴുതുമ്പോൾ ഒക്കെ വളരെയധികം വലിയ പ്രവർത്തനങ്ങൾ നടക്കുക, വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോ ചെയ്യേണ്ടത് പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഒന്ന് പറഞ്ഞു, ഇതേപോലുള്ള വെള്ള പേപ്പറിൽ എഴുതാം. നിങ്ങൾക്ക് ഈ കരയാമ്പൂവിന്റെ ഇല കിട്ടുന്നില്ലെങ്കിൽ വെള്ള പേപ്പറിൽ എഴുതാം, അല്ലെങ്കിൽ ആലിന്റെ ഇലയിൽ എഴുതാം. പക്ഷെ ആലിന്റെ ഇലയ്ക്ക് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 6 മണിക്ക് ശേഷം, വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒരിക്കലും ആലിന്റെ ഇല പറിക്കരുത് എന്നുള്ളതാണ്. അതുപോലെ പച്ച ഇല അത് കീറാണ്ട എഴുതണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. 6 മണിന്റെ മുന്നേ പറിച്ചെടുക്കണം. എന്നിട്ട് ഇത് കീറാണ്ട എഴുതണം. എന്നിട്ട് മടക്കി നമ്മളത് പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാറയിലോ, പണം വെക്കുന്ന അലമാറയിലോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിലോ വെക്കുകയാണ് സാധാരണ ചെയ്യാറ്. അത് പണത്തെ ആകർഷിക്കും, ധനത്തെ ആകർഷിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അത് തീർച്ചയായിട്ടും ആകർഷിക്കുകയും ചെയ്യും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്, ഈ വെള്ള പേപ്പറിലൊക്കെ എഴുതിയിട്ട്. ഇനി എഴുതേണ്ട മഷിയെ കുറിച്ച് പറയാം. എഴുതേണ്ട മഷി പച്ച മഷിയിൽ എഴുതേണ്ടത്. അത് ശ്രദ്ധിക്കുക. ചുവപ്പോ കറുപ്പോ നീലയോ പാടില്ല, പച്ച മഷിയിലാണ് ഇതിൽ എഴുതേണ്ടത് എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒന്ന്, ഈ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായ ശ്രീം എന്ന ബീജമന്ത്രമാണ് എഴുതേണ്ടത്. അതിനോടൊപ്പം തന്നെ അതിനൊരു നമ്പർ ഉണ്ട് ഇതിനെ ആകർഷിക്കുന്ന. ഈ 2 നമ്പറും ചേർത്ത് എഴുതുമ്പോൾ വളരെയധികം പവർഫുൾ ആണ്. ഇനി ഇത് എല്ലാ മതസ്ഥർക്കും ചെയ്യാം, എല്ലാ ജാതി മതസ്ഥർക്കും ഇത് ഉപയോഗിക്കാം, ഒരാൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം എഴുതേണ്ടെങ്കിൽ എഴുതണ്ട എന്നുള്ളവർക്ക് അത് വേണ്ടെന്ന് വെക്കാം. എഴുതിയാൽ പവർ കൂടുതലാണ് എന്നുള്ളതാണ്. എഴുതാതിരുന്നാൽ ഈ നമ്പർ മാത്രം എഴുതിയാലും ഇതിന് ഫലമുണ്ടാവും. പക്ഷെ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം എഴുതുമ്പോൾ, ധനദേവതയായ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം നമ്മൾ എഴുതുമ്പോൾ അതിന് 4 ഇരട്ടി പവർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. പിന്നീട് ഇത് ഇടയ്ക്ക് എടുത്തിട്ട് നമ്മൾ പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ അലമാറയിൽ നിന്നോ എടുത്തിട്ട് നമ്മൾ എഴുതിയ ഈ മന്ത്രവും ഈ നമ്പറും നമ്മൾ ഇടയ്ക്കൊന്ന് വായിക്കുന്നത് വളരെയധികം ഫലപ്രാപ്തി നൽകുന്ന ഒന്നും കൂടിയാണ്. അപ്പൊ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രം മുകളിൽ എഴുതുക. അതിനുശേഷം ഈ പറയുന്ന ഈ ലക്കി നമ്പർ 2918 എന്ന ലക്കി നമ്പറാണ് ഈ മഹാലക്ഷ്മിയുടെ ബീജമന്ത്രത്തോട് കൂടിയിട്ട് എഴുതേണ്ടത്. 2918 കേട്ടാ. ഇത് വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഈ നമ്പറും ഈ മന്ത്രവും എഴുതി കാണിച്ചു തരാം. ഞാൻ എഴുതുന്നത് നീലമഷിയിലാണ്, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് പച്ചമഷിയിലാണ് കേട്ടോ. ഇത് നീലമഷിയിലല്ല എഴുതേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നീലമഷിയിൽ എഴുതി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എഴുതേണ്ടത് പച്ചമഷിയിലാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടാ. അപ്പൊ നമുക്കത് എഴുതേണ്ട രീതിയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുന്നേറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിൽ എത്രയും പെട്ടെന്ന് കിട്ടാൻ ഇതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണം. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തീർച്ചയായിട്ടും ആ വീഡിയോയിലേക്ക് പോകാം.
അപ്പൊ നിങ്ങൾക്ക് കാണാനുണ്ട് ഈ നമ്പർ. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ശ്രീം എന്ന മുകളിൽ എഴുതിയിരിക്കുന്നത്. അതിന്റെ ചുവട്ടിലാണ് ഈ ഭാഗ്യ നമ്പർ കൊണ്ടുവരുന്നത്. അതായത് 2918, അതായത് 2918, 2918. ഇത് നിങ്ങൾ എഴുതി പരീക്ഷിക്കുക, തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. 100% ആണ് റിസൾട്ട്. ഓക്കെ.